20ഓളം സ്വർണ്ണ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ സംസ്ഥാന വ്യാപക തട്ടിപ്പുകാരൻ വാടാനപ്പള്ളി സ്റ്റേഷൻ റൌഡിയെ പിടികൂടി. ഫിനാൻസ് സ്ഥാപനത്തിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുത്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും പകരം മുക്കുപണ്ടം നൽകി ചതിക്കുകയും ചെയ്ത കേസിൽ 20ഓളം തട്ടിപ്പ് മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ തട്ടിപ്പുകാരൻ ചാലക്കുടി പോലീസിന്റെ പിടിയിലായി. വാടാനപ്പള്ളി സ്വദേശി പുത്തൻ വീട്ടിൽ ഇല്യാസ് എന്നയാളാണ് പിടിയിലായത്. ചാലക്കുടി മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപം വെച്ചാണ് തട്ടിപ്പ് നടന്നത്. മാള പൊയ്യ പൂപ്പത്തി സ്വദേശിയായ മണവാളൻ വീട്ടിൽ ബിനോജ് പോൾ എന്നയാളെയാണ് പ്രതി വഞ്ചനയ്ക്ക് ഇരയാക്കിയത്. താൻ ഒലീവിയ ഗ്രാമീൺ ക്രെഡിറ്റ് എന്ന സ്ഥാപനത്തിൽ പണയം വെച്ചിരിക്കുന്ന 28 ഗ്രാം സ്വർണം തിരിച്ചെടുക്കാൻ പണം നൽകിയാൽ ആ സ്വർണം ബിനോജ് പോളിന് തന്നെ വിൽക്കാമെന്ന് പ്രതി വിശ്വസിപ്പിച്ചു. ഇത് വിശ്വസിച്ച് സ്വർണമെടുക്കാനായി 3,21,000 രൂപ ബിനോജ് പോൾ പ്രതിക്ക് കൈമാറി. എന്നാൽ പണം കൈപ്പറ്റിയ ശേഷം പ്രതി സ്വർണത്തിന് പകരം സ്വർണ്ണ നിറമുള്ള മുക്കുപണ്ടത്തിന്റെ ഒരു മാലയും കൈച്ചെയിനും ബിനോജ് പോളിന് നൽകി പണവുമായി മുങ്ങുകയായിരുന്നു. കേരളത്തിലുടനീളം ജ്വല്ലറികളും ഫിനാൻസ് സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് സമാന രീതിയിൽ നിരവധി മോഷണങ്ങളും ചതികളും നടത്തിയിട്ടുള്ള ഇല്യാസ് 20ഓളം കേസുകളിൽ പ്രതിയും വാടാനപ്പള്ളി സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ്. ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളിലും നിലവിൽ വാറണ്ടുകളുണ്ട്. സംസ്ഥാന വ്യാപകമായി ഇയാൾ തട്ടിപ്പ് നടത്തുന്നതിനാൽ ജ്വല്ലറി ഫിനാൻസ് ഉടമകൾ ചേർന്ന് രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഇല്യാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു. ഇല്യാസ് മൂവാറ്റുപുഴയിലുള്ള ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം എടുക്കാനായി മുക്കുപണ്ടവുമായി എത്തിയപ്പോൾ മൂവാറ്റുപുഴ സ്വദേശിയായ ഫിനാൻസ് ഉടമ ഇയാളെ തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് കടയുടമ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പ്രതിയെ പിടികൂടി ചാലക്കുടി സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി.